തിരുമുൻപാതുകം വാഴ്ക ഹരി എന്നടുത്തോരു ആദി നല്ലച്ഛനും വാഴ്ക ശ്രീ എന്ന മാതാവും വാഴ്ക മാതാപിതാവും വാഴ്ക സ്വന്തം ജ്യേഷ്ഠൻ മാതുലവന്മാര് 21 ശ്രീ ഗുരുവേ ഗുരുക്കന്മാരെന്ന വാഴ്കേ രണ്ടിലെ ശിവനും ശക്തിയും വാഴ്ക മൂന്നിലെ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വാഴ്ക നാലിലെ 4 കൊല്ലം മലപർവ്വതം വാഴ്ക അഞ്ചിലെ പഞ്ചഭൂതങ്ങൾ 5 വാഴ്ക ആറിൽ 6 കലശങ്ങളും വാഴ്ക ഏഴിലെ ദിനോരക്ഷരം വാഴ്ക എട്ടിലെ അഷ്ടാദിക്ക് ബാലകന്മാരൊന്നു വാഴ്കേ രുദ്രനും വാഴ്ക 12 12 ഗജരാദിത്യന്മാരും വാഴ്ക ആയകാലത്ത് രാവില്ല പകലില്ല ഇരുളില്ല വെളിവില്ല വെളിച്ചമില്ല മഞ്ഞില്ല മാരിയില്ലാതെ കണ്ട് ആരായിരിക്കും ഒരു കാലത്ത് ശ്രീ മഹാദേവൻ ഗണപതി എന്ന് തോന്നപ്പെട്ടു ഗണപതി തന്റെ മുമ്പ് കൊണ്ട് ബുദ്ധി നിവർത്തിയ മേലും ആകാശം വാഴ്ക ഗണപതി തന്റെ കാലുകൊണ്ട് ചവിട്ടിയിരുത്തി ഒരു കീഴെന്ന കീഴ്ഭൂമി ധനിക മണ്ഡപം വാഴേ മേലും മേലുയർന്ന മേലാകാശത്തിങ്കലായിരിക്കുന്നല്ലോ എന്തെല്ലാം ഉള്ളൊരു വണ്ണം അലങ്കാരങ്ങളൊക്കെ കണ്ടു കാണുവാനുണ്ട് പകലേക്കും പകലഴകിയ ആദിത്യ ഭഗവാനൊന്ന് വാഴുക രാവുക്ക് രാവുടെ ചന്ദ്ര ഭഗവാനും വാഴുക നാൽമീനും കോൽമീനും നഗരം നക്ഷത്രാദികളും ഇന്ദ്രാദി മന്ത്രാദി ദേവ ഗണങ്ങളൊന്ന് വാഴുകേ കാലുകൊണ്ട് ചവിട്ടിയിരുത്തിയ കീഴന്ന കീഴ്മൂന്നികമണ്ഡപത്തിനകത്ത് ചെമ്പുമൂറി കമഴ്ത്തുന്നല്ലോ ചെമ്പിനും താഴെ മുളച്ചിടുന്ന കറുള ചെറുള കഞ്ഞി മുക്കുച്ചിരുവാങ്കുരുന്നില ആനടയൻ കൊട്ടോർ നെല്ലി രാമച്ചം തിരുതാളി ദശാപുഷ്പം പത്തിരിച്ചോർന്നിട്ട് ആരാധിച്ചു വരയിരിക്കുന്ന ശ്രീ മഹാദേവൻ ഗണപതി സരസ്വതി ദേവിയൊന്നു വാഴ്കേ കൊച്ചി കൊടുങ്ങല്ലൂർ വാഴുക മുകുന്ദാപുരം ദേവരും വാഴുക വിളിക്കുമ്പോ കൂടുതൽ വിളി കേൾക്കുന്ന ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കപ്പ സ്വാമി കുലയാണ്ടപുര ദൈവങ്ങളും വാഴുക തോന്നണമെന്ന് തോന്നപ്പെട്ടു തോന്നിയോർ കാവിലമ്മ ഭഗവതി തോട്ടത്തിൽ പരദേവത തമ്പുരാണ്ടിയും വാഴുക വാതിൽ മാടത്തിങ്കലമ്മേ ഭഗവതിയും വാഴുക പടയ്ക്കും കുടയ്ക്കും അഴകാകുന്ന പടയുടെ പൊന്നു നമ്പ്യക്ക മുത്തപ്പനൊന്ന് വാഴേ ഉച്ചയാവോളം ഒരു വെട്ടുന്നു ഉച്ച കഴിഞ്ഞ് ഇരുകൂർ വെട്ടും നല്ല വാങ്ങേറി പടയേറി വെട്ടും പാലിയത്തച്ഛൻ തിരുനാമം വാഴുക അച്ഛൻ തമ്പുരാന്റെ നാഗാമണി കൊടി മുല്ല വാഴുക അച്ഛൻ തമ്പുരാന്റെ നാഗാമണി എന്ന കൊടി മുല്ലേക്കലാകുന്നല്ലോ ഊതുമ്പോ
പൊടി തൂടുന്നു ചവിട്ടുമ്പോൾ വെണ്ണാവഴക്കുന്നല്ലോ അഞ്ചേ മാനമെന്ന കാളിക്കരിങ്കല്ലിന്റെ ഉൾനാളത്തിലോ നിന്നുത്ഭവിച്ചൊരു ദൈവം നാല് ഗണപതി രണ്ട് ഓരുടെ ബ്രഹ്മൻ ബ്രഹ്മരക്ഷസ് പടയ്ക്കും കുടയ്ക്കും അഴകാകുന്ന തണലുതങ്കദേശം വാഴുക നാട്ടിലേക്കും തെളിഞ്ഞൊരു നാടായിരിക്കുന്നു വേളവസു നാടും വാഴുക ദേശത്തിനഴകിയ ദേശമായിരിക്കുന്നല്ലോ ഒരു മനയൂർ ദേശം കരയും കരപ്പുറം വാഴുക തട്ടകത്ത് വാഴുന്ന അമ്മ ഭഗവതി കോഴിക്കുളങ്ങര കാവിൽ അമ്മേ ഭഗവതി ലോകമാതാവ് തമ്പുരാട്ടിയും വാഴുക അമ്മ ഭഗവതിയുടെ കല്ലിരിക്കും താഴ്മതിലേക്കും പുറമേ പടിയാകിലോ പടിയടച്ചു കൂടിയിരിക്കുന്ന നാൽവീട്ടിലോ മുതലിവിടെ തറവാടാകുന്നല്ല പണ്ടേക്കും പണ്ട് കേൾവിയും കീർത്തിയും കേട്ട തറവാടായിരിക്കുന്നു കോളങ്ങാട്ട് വാഴുന്ന താനില്ലം തനിയുടെ പൊന്നു തറവാടുന്ന വാഴുക അച്ഛനമ്മമാര് കാണാൻ കൊതിച്ചു പെട്ടെടുത്തു അണി വളർത്തിയ ഗുരുവെന്ന മകനും വാഴുക ആ മകനായിരിക്കും നല്ല മലയാളം കേട്ട് പ്രദേശത്ത് പോയി പഠിച്ചുറച്ചു സേവിച്ചു കൊണ്ടുവന്ന 21,000 മന്ത്രസേവാകരും വാഴുക ആദി ശ്രീ കൈലാസം വാഴുക അച്ഛൻ പരമേശ്വര നല്ല അച്ഛനും വാഴുക അമ്മ പാർവതി നല്ലെങ്കിൽ മാതാവും വാഴുക അച്ഛൻ ശ്രീ പരമേശ്വരന്റെ 3 മാനമെന്ന തൃക്കണ്ണിലോ നിന്ന് പാല് പോലെ പൊട്ടി പടങ്ങു പോലെ ഉരുതിരിഞ്ഞ ഉദിരാവയങ്കരി ശ്രീ ഭദ്രകാളിയും വാഴുക അച്ഛന്റെ കണ്ടത്തിലോ പൊട്ടി കർണത്തിലോ പിറന്നു ഒരു മകനെ ഗണ്ടാകർണസ്വാമിയും വാഴുക അച്ഛന്റെ തൃക്കടയിലോ നിന്ന് പിറന്നൊരു മകനെ 32 തൃക്കലായുള്ള പുത്ര 64 തൃക്കൈയുള്ള ഒരു മകനെ അടിക്കാറായിരം പാമ്പണിഞ്ഞ മകനെ മുടിക്ക് 3000 പാമ്പണിഞ്ഞ മകനെ അച്ഛന്റെ മകനെ കോപമുള്ള ഒരു മകനെ ആദി വീരഭദ്ര ചോതി വീരഭദ്ര അഘോര വീരഭദ്ര മഹാവീരഭദ്ര സ്വാമിയൊന്നു വാഴിയേ നടുക്കളം കയറി കൊടികൊള്ളുന്ന അച്ഛൻ ശ്രീ പരമേശ്വരന്റെ വിജയത്താലും വിഷ്ണുനാരായണ ഭഗവാന്റെ മായത്താലും പിറന്നൊരു മകനെ പുഞ്ചാവലി പാടം ദേവി തെളിയിച്ചൊരു മകനെ അസുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുമായ ശാന്തനും വാഴുക ആയതിനകത്തിങ്ങളായിരിക്കുന്നു പുത്തിളി എന്നവരും പറശ്ശിയെ ആടയില്ല തുള്ളിച്ചൊരു മകനെ തലയില്ല പൂവം കോഴിയെ നിർത്തി പൂഹിച്ചൊരു മകനെ വടുതരാപാടം വെട്ടി വെളുതുറന്ന മകനെ അച്ഛന്റെ മകനായ കുട്ടി മാരണക്കുട്ടി മന്ത്രക്കുട്ടി പൊന്നാരങ്കരിയും കുട്ടിയുമായ പോലാത്തന്മാരും വാഴേ അഞ്ജനാമണിനാഗങ്ങളും വാഴുക ബ്രഹ്മരക്ഷസും വാഴുക പ്രന്തളത്തിലീശനും വാഴുക മൺമറഞ്ഞു പോയ വായു കാരണവന്മാരും വാഴുക ഇവരൊക്കെ തക്ക കൂട്ടുകെട്ടു ചങ്ങാളത്തമായി മനസ്സിലോ മനപീഠ വൈരാഗ്യങ്ങൾ വയ്ക്കാതെ കണ്ട് ഏഴും തിരിക്ക് കുളിച്ചു നോറ്റു മാറ്റും പകർന്നുകൊടുത്ത ഏകാവിഷ്ണു വിളിയാളുടെ വലത് കയ്യാലെ വെച്ച ഒരു കലശം കണ്ണിച്ചോരുടെ നീര് നടുക്കളത്തിലേക്ക് കാട്ടിത്തെളിച്ചു പൂജിച്ച അരിമണി ജലഗന്ധം കുഴപ്പം ദീപങ്ങളൊക്കെ കണ്ടു കേട്ട് കണ്ടൊക്കനെ എഴുന്നള്ളി വരുവാനും 2 വാക്ക് ഇഷ്ടത്തെ പറയുവാനും നഷ്ടത്തെ പറയുവാനും കാലവും നേരവും കുളിപ്പിക്കാതെ കണ്ട് കടുക്കനെയൊന്നു എഴുന്നള്ളി വരിക കല്ലുമുല്ല പാരമ്പര ദൈവങ്ങളെ ഗുരു എന്ന മഠപതി മുത്തശ്ശനാണെന്നപ്പോ
കേൾവി ഒന്ന് കേട്ടാലും കേട്ടു ദൃശ്യവിവാരം തുറന്നൊന്ന് കേൾക്കണം കണ്ടേ ഉണ്ടൻ വിലാസവും ഗിരിയും കൈക്കൊള്ളണം പടയ്ക്കും കുടയ്ക്കും അഴകായ 18 വാഴും മലവാഴുണ്ടയ്യ ദൈവങ്ങള് പരദേവത കേൾക്കവേണേ നാട്ടിൽ തെളിഞ്ഞൊരു നാടും വാഴുക ദേശത്തിനഴകിയ ദേശമായിരിക്കുന്നു ദേശം കരയും കരപ്പുറം വാഴുക തട്ടകത്ത് അമ്മ ഭഗവതി ഒഴിക്കുളങ്ങര അമ്മ ഭഗവതിയും വാഴുക അമ്മ ഭഗവതി തന്റെ കല്ലിരിക്കും താഴെ കുടിയാകിലിരിക്കുന്നു ഒരു അഴകിയ തറവാട് മുന്നം മുതൽ തറവാട് നല്ലൊരു തറവാട് വളഞ്ഞാട്ട് വാഴുന്ന കാനില്ലോ തന്റെ തറവാട് പണ്ട് പണ്ട് പണ്ടേ അഴകിയ അവരായിരിക്കുന്നു പണം കൊടുത്ത് പാട്ടത്തോട്ടമോ പാഴ്പറമ്പുകളൊക്കെ കൊണ്ടുവരുന്നു ഒരു നേരത്ത് ഐകോലി എന്ന നെടുമ്പുഴയും വെട്ടി പണിതുരയ്ക്കരിയിരിക്കുമ്പോ പണ്ടഴകിയ കാരണവന്മാരും പറഞ്ഞു നമ്മുടെ തറവാട്ടിങ്കില് അടിപ്പാനും തെളിപ്പാനും സന്ധ്യാവിളക്കുന്ന് പുലർത്തുവാനും ആളില്ലാതെ അർത്ഥമില്ലാതെ അറിയിരിക്കുന്നുണ്ടായതിനെ കൊണ്ട് മാചാനക്കര മണിയില്ലത്തോടെ പോകണം ഒന്നല്ലോ ശ്രീയം പോലെ പെൺകിടാവിനെ കണ്ടു മനസ്സോട് മനസ്സും കുലത്തോട് കുലവും ഇനത്തോട് ഇനമോർത്തു വശമാകുന്നു ഒരു നേരത്ത് നല്ലൊരു രാശി പൊഴുതൊരു മുഹൂർത്തങ്ങളൊക്കെ വന്നിരെടുക്കുമ്പോ കല്യാണം ഒന്ന് കഴിക്കണം കെട്ടുറപ്പിക്കണം നമ്മുടെ താനിലേക്ക് കൊണ്ടുപോകുന്ന മതിയാവുള്ളേ നല്ലച്ഛനുണ്ടല്ലോ വടിയും എടുത്തു കുടയും എടുത്തു തൻപടികളെ ഒരു നേരത്ത് മാറ്റാനക്കര ഒന്നല്ലോ ശ്രീയം പോലെ പെൺകിടാവിനെ കണ്ടു മനസ്സോട് മനസ്സും കുലത്തോടും ഇനത്തോടിനും വശമാകുന്ന നേരത്ത് നല്ലൊരു എടുക്കുമ്പോ കല്യാണം കഴിച്ചു കെട്ടുപിടിച്ചു താനോടിലേക്ക് കൊണ്ടുപോരുമ്പോ അവരായിരിക്കുന്നല്ലോ ഓരോരോ ദേശങ്ങളെയും കരപ്പുറമൊക്കെ കടന്നു ഒരു മണിയോർ ദേശത്തോടെ വന്നവരായിരിക്കുന്നു താനിലന്തരവാട്ടിലോടെ കടന്നു ചെല്ലുമ്പോ അന്നേരത്തായിരിക്കുന്നു കല്യാണത്തിലെ പന്തലുകളൊക്കെ അടിക്കുന്നു തെളിക്കുന്നു നിറവറാമണി വിളക്ക് ദീപം പ്രവർത്തിച്ചു വെള്ളം തെരുകൾ കരിമ്പടം തട്ടി തമ്പിരിക്കുമ്പോ വെള്ളം തെരുകൾ കരിമ്പടത്തിന്മേല് ആദ്യം കിഴക്കോട്ട് തിരിഞ്ഞറിയിരിക്കുന്നു ഒരു നേരത്ത് പാല് കൊടുത്തു പേരും വിളിച്ചു മംഗല്യത്തിലും കൊണ്ട് കുടി വിളിച്ച് കാണുന്നു ഒരു നേരം പണ്ടേക്ക് മുഴകിയ കാലമാരെ പെണ്ണിടാവിനോടും പറഞ്ഞാകുന്നു അല്ല
ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയണമായതിനെ കേൾക്കുമ്പോൾ യോഗ്യാവൃഷനല്ലച്ചനായിരിക്കുന്നല്ലോ പെണ്ണ് പെൺകിടാവിനോട് അല്ലയോ പെണ്ണ് പെൺകിടാവേ നീ ഒന്ന് പെറ്റാട്ടെ ആയതിനെ കേൾക്കുന്നു നേരത്തെ പെണ്ണ് പെൺകിടാവായിരിക്കുന്നു പെട്ടെന്നിനെ തന്നെ കണ്ടവിടം വെച്ചു കല്ലു കണ്ടവിടം ശുദ്ധങ്ങളും വരയിരുന്നു അവളായിരിക്കുന്നല്ലോ ശാസ്താക്കന്മാർക്ക് ശംഖും ശരക്കോലും നേരുന്നു പട്ടകത്തെ അമ്മാവ് ബോധിക്കുണ്ടല്ലോ കൂട്ടുവാസത്തിന് പണം കൊടുത്തു നിറമാല ചുറ്റുവിളക്കും കഴിച്ചു പട്ടകത്തമ്മ ഭഗവതി തമ്പുരാട്ടി തന്നെ തുടങ്ങിയില്ലേ 49 ദിവസം ശുദ്ധങ്ങൾ അങ്ങനെ പ്രസാദങ്ങളും കൈവഴങ്ങി അന്നേരത്തായിരിക്കുന്നല്ലോ തട്ടകത്തമ്മ ഭഗവതി തമ്പുരാട്ടിയെ തൊഴുതു വന്ദനയും കഴിഞ്ഞു അവിടെ നിന്നവരായിരിക്കുന്നല്ലോ താനിലന്തരവാട്ടിലും വന്നവരോടുമ്പോ സന്ധ്യാഞ്ജലകളോടെ ആയിരിക്കുന്നു അത്താഴമെന്നോരും കഴിഞ്ഞു ചന്ദനമണി കുത്തുകെട്ടിലെന്നേരവരായിരിക്കുന്നു ദേശം കഴിഞ്ഞു കരിക്കുമ്പോ പ്രസാദങ്ങളും കഴിച്ചവരായിരിക്കുന്നല്ലോ പെട്ടെന്നിനെ തന്നെ കാട്ടിലൂന്നവരായിരിക്കുന്നല്ലോ അകത്തിൽ മകശാലയിൽ കിടന്നു ചന്ദ്രമണി കുത്തുകെട്ടിന്മേൽ ആനയെ മൂടി പുതപ്പിക്കാവുന്ന പുതപ്പാവും കൊണ്ടുവന്നു ആ സകലം ഒന്നുകൂടി പുതച്ചു അന്നുറക്കം ഉറങ്ങി പൊന്നുറക്കം ഉറങ്ങി പാവുറക്കം ഉറങ്ങി പരന്തുറക്കം ഉറങ്ങി ശുക്ലാടമെന്നോരു ശുക്ലുറക്കങ്ങൾ അങ്ങനെ കൊള്ളുന്നു ചന്ദ്രമണി കുത്തുകെട്ടിനിന്റെ ഇടഭാഗമെന്നു വലഭാഗമെന്നു ഇരുന്നു അരുകിനാവും തിരങ്കിനാവുകെ സ്വപ്നങ്ങളെ കണ്ടവളായിരിക്കുന്നു എന്ന് കാണുമ്പോ പെട്ടെന്നിനെ തന്നെ ആയിരിക്കുന്നല്ലോ അവരായിരിക്കുന്നല്ലോ പുറത്തിൽ അമ്രശാലയിൽ കിടന്നവളായിരിക്കുന്നു മുറ്റത്തിറങ്ങി ഭൂമിയിലെ കൈകൊടുത്തു ആദിത്യ ഭഗവാന് കൈവണങ്ങിയെ മുറ്റമടിക്കുന്നു വെള്ളിച്ചു കിടത്തോ തിരുമുറ്റങ്ങളൊക്കെ നാലും നേരുവരി ആശിയും പൂശിയും നിലനിൽക്കുന്നു ഒരു കഴിഞ്ഞു നിന്നോട് ഉടൻ കിടന്നു 4 പേരാടി വിളിയും കഴിഞ്ഞു 5 ലേറ്റെങ്കിലും മുന്തേലും നേർപോരിയെടുത്തു അകത്തിൽ അമ്മശാലിയോട് കൊണ്ട് ചെല്ലുന്നു നിലവരച്ചോ കുറി വരച്ചു പോടവിടെ നല്ലരിയാണ് ധരിച്ചു ചെന്നൂരനാകുന്നു വേണം ചെന്ന് ഞാൻ കുമേള പറ്റുന്നു അത്തുടിയെ തുളിവാകുന്നു അമ്മി കുമ്മി ഒഴിവട്ട കോതിമോട്ട് വലിയ രൂപമാകും അന്നേക്കും ഒന്നാകും മാസത്തിന് കന്യാവിനായിരിക്കുന്നു അടിഗർഭമുണ്ടയോ ഇല്ലയോ എന്നിങ്ങനെയാ ഇടവഴക്കം വരിവഴക്കം സംശയങ്ങൾ തോന്നുമ്പോ 2 മാസത്തിൽ കരുവെ പടിമുറ്റുന്നു 3
ചൂണ്ടിയിടുന്നു ഒരു കുമ്പളങ്ങ വട്ടമത്തോലിൽ മൂത്ത കോഴി നരമ്പിൽ മൂത്ത മത്സ്യം ചൂട്ടുമൂത്ത കോഴിയ എന്നിങ്ങനെയുള്ള കുലങ്ങാട്ട് സാധനങ്ങൾ കൊണ്ടുവന്നു നേരത്ത് വെച്ചു തിന്നു കുറച്ചു തിന്നു കൂട്ടാൻ വെച്ചു കൂട്ടി ഒരു കണക്കിന് കണികൾ പപ്പരും ചാക്ക് പെരുങ്കൊതികൾ അങ്ങനെ ഉടൻ തീർത്ത് കാണുന്ന കാലമാണ്. ചുട്ടുമുലാരണ്ടിൽ നിന്നും തുറന്നു കാണുന്നു 9 മാസങ്ങൾ വന്നീരെടുക്കുമ്പോ കന്യാവിനായിരിക്കുന്നു കേറിയോരെണ്ണായി ഇറങ്ങിക്കൂടാ ഇറങ്ങിയോരെണ്ണ കേറിക്കൂടാ കട്ടളപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും കവിച്ചുകൂടാ ഇറകനെ പിഴിഞ്ഞാട് പോലെ മണി കുഴിഞ്ഞാട പോലെ വാണ്ടു മയങ്ങി നിലവിനെ നിന്ന് കാണുന്ന കാലമാണ്. എന്നുടെ പിള്ളയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞളിഞ്ഞ മാമലപ്പുറത്തോട് കല്ലേണമൂന്ന് ഒന്നല്ലോ വയറുപിടിക്കുന്ന വൈറ്റാട്ടി മാതാവിനെയ കാടും പൊരുണാലെ കൂട്ടിക്കൊണ്ടുപോകുന്ന മതിയാവുള്ള എന്നും നാനവിടെ പറഞ്ഞപ്പോ യോഗിയ പുരുഷന്റെ വടികളെ വടിയെടുക്കുന്നവൻ പടി കിടന്നു മറുപടി കിടന്നു വഴിയാലെ വഴി പോകുമ്പോ മാറ്റാനക്കര ഇല്ലം കിടന്നു മഞ്ഞളിഞ്ഞ മാമലപ്പുറത്തോട് മരം ചെന്ന് കാണുമ്പോ ഒന്നല്ലോ വയറുപിടിക്കുന്ന വൈറ്റാട്ടി മാതാവിന്റെ പുറത്തില്ല മുറശാലയോടെ വന്ന് കരകൊള്ളുമ്പോ യോഗിനായ പുരുഷൻ തിരുവടി നല്ലച്ഛനെയും കണ്ടറിഞ്ഞു യോഗിനായ പുരുഷൻ തിരുവടി നല്ലച്ഛനോട് വന്ന് ഉടൻ കേട്ടറിഞ്ഞു കാണുന്ന കാലമാണ്. ഇങ്ങോട്ട് വഴി പോരുവാനുള്ളതിനോട് കാര്യം ഞാനെന്ന് കേൾക്കട്ടെ എന്നും പറഞ്ഞപ്പോ യോഗിനായ പുരുഷൻ തിരുവടി നല്ലച്ഛനും പറഞ്ഞു എന്നുടെ കുളഞ്ഞാട്ടുപാടുന്ന കാഞ്ഞില്ലമ്മയുടെ തറവാട്ടില്ല 9-10 മാസങ്ങൾ നിർപരിധി അറിയിരിക്കുന്ന ഒരു കന്യാവുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് വയറു പിടിച്ചു മാറ്റുള്ളവർ പിളയെ എന്നുടെ വലങ്കയിൽ തന്നെ മതിയാവുള്ളൂ എന്ന് ഉടൻ പറഞ്ഞു കാണുമ്പോ ചാട്ടി മാതാവായിരിക്കുന്നു ചെറുതും എടുത്തു വലിയതൊന്നും റോണാക്കിട്ടുക അന്നേരമായിരിക്കുന്നു പൂക്കൾ കൂടി കണ്ടിക്കുവാനുള്ള നാരകെന്ന കളി കത്തിയാലെ എടുത്തു മുഴം കയറാതെ എടുത്തു മുറ്റത്തിറങ്ങി ഉണ്ടിയുണ്ടയ്യും മൂക്കഞ്ചാത്തനോട് വന്ദനയും കഴിഞ്ഞു. യോഗിയായ പുരുഷൻ തിരുവടി നല്ലച്ഛന്റെ കൂടെ കോളഞ്ഞാട്ടുവാണെന്നതന്നില്ലെന്നവരുടെ തറവാട് നോക്കിയോട് നടി വഴി പോരുന്ന കാലമാണ്. യോഗിയായ ഒരു ചന്ദ്രപടി നല്ലച്ഛനോടും പറഞ്ഞു കൊണ്ടുവന്നാട്ടെ കുഴിഞ്ഞാകണ്ണത്തിൽ വളപ്പെണ്ണയാലെന്നും ഉടൻ പറഞ്ഞു കാണുമ്പോ യോഗിയായ ഒരു ചന്ദ്രപടി നല്ലച്ഛനായിരിക്കുന്നു. കുഴിഞ്ഞാകണ്ണത്തിൽ വളപ്പെണ്ണയാലെ ഉടത്തുക മാതാവായിരിക്കുന്ന ഒരു താഴ്മപ്പെട്ട് കിടക്കുന്ന കന്യാവിന്റെ അരികിലേക്ക് ചെല്ലുന്നു. കന്യാവിന്റെ കിണക്കിന് നിലയ്ക്ക് നിറകെറ്റി എന്നിങ്ങനെയുള്ള 5 സ്ഥാനത്തും പുരട്ടിയ അന്നേരമായിരിക്കുന്നു മുതുപിടിച്ചു കുടച്ചിലും കുടഞ്ഞു മേൽ കിടക്കുന്ന പിള്ളയെ ഒഴിഞ്ഞൊഴിഞ്ഞ മടിവയറ്റിലേക്ക് എത്തിക്കുന്നു. മടിവയറ്റിൽ കിടക്കുന്ന പിള്ളയെ ഒഴിഞ്ഞൊഴിഞ്ഞ പ്രസാദിനെ കൊണ്ട് സ്ഥാപിച്ചു. സദാശിവനെ കൈക്കൊള്ളുമ്പോ ഓരരിശം പകരം ഒരു കിടാർത്ഥം വെള്ളമൊന്ന് താഴെ തുറന്നു കാണും. നീരരിശം വെളിയാല പകരം പോയി കിടാർത്ഥം വെള്ളമൊന്ന് താഴെ തുറന്നു. 4 നാരായണീറ്റില്ലം കര കണ്ടു പിടിച്ച് പിള്ള പിടിയാറ് വെള്ളിയും വിട്ടു. കുളഞ്ഞാട്ട് വാടുന്നതാനില്ലെന്നയുടെ തറവാട്ടിങ്ങളായിരിക്കുന്നു. ആയുസുള്ള ഒരു ഉണ്ണി പരമനെ പറ്റുക പ്രസവം കഴിഞ്ഞ് കാണുന്ന കാലമാണ്. ിരിക്കുന്നവനെ അമൃതിനെ കൊടുത്ത് കാണുമ്പോ ശേഷിച്ചവരെയായിരിക്കുന്നു ദഷ്ടു നീക്കുന്നു ദുഷ്ടു നീക്കുന്നു നേരമായിരിക്കുന്നു. ഉണ്ണി പരമനെ എടുത്തുക കന്യാവിനെ മുഖം കാണിച്ചു. നേരത്ത് അടിപൊളിയൂട്ടിയെ വളർത്തുമ്പോ അന്നേരമായിരിക്കുന്ന അന്നേക്കുക ദിവസങ്ങളൊക്കെ ഓടി ഇടകടന്ന് കാണുന്ന കാലമാണ്.
താനില്ലം തനിയുടെ തറവാട്ടിങ്കലായിരിക്കുന്നല്ലോ. ഏറിയൊരു നേർച്ച വഴിപാടുകളും കൊടുത്തു. ആയുസോടൊരു മകനും പിറന്നു. ആ മകന്റെ 28-ാം നാള് വേർവിളി കല്യാണം എന്ന് വന്നാല് നമ്മൾ മാത്രം അറിഞ്ഞാലൊട്ടും പോരില്ലച്ച. നമ്മളുടെ സ്വന്തം ബന്ധുമഹാജനങ്ങള്, അമ്മാവന്മാരമ്മായിമാര്, ഇളയച്ചന്മാര്, ഇളയമ്മമാര്, വലിയച്ഛന്മാര്, വലിയമ്മമാര്, ഇണങ്ങരി ബന്ധുക്കൾ, സ്വന്തക്കാര്, അയൽവാസിക്കാര് അറിവ് കൂട്ടണം മച്ച എന്നതിനാല് കേൾക്കുമ്പോ യോഗിയ പുരുഷൻ നല്ല അച്ഛനാകുന്നല്ലോ. വലിയത് ഒന്നെടുക്കുന്നല്ലോ. കുറിയത് തോളാക്കും ഇട്ടു കാലിൽ കുറിയുടെയും എടുത്ത് പെറ്റിന മാതാവിനോടനിവിടെ യാത്രയും പറയുന്നല്ലോ. താനില്ലം തനിയുടെ തറവാടിന്റെ 10 മാനം എന്ന പോർപ്പടിയും കിടക്കുന്നല്ലോ. തൻപടി കിടക്കുന്നു, മറുപടി കിടക്കുന്നു, ചള്ളുവേലി എതിർവേലി ആമവേലികളൊക്കെയും കിടക്കുന്നല്ലോ. അന്നേരമായിരിക്കുന്നു ഒരു മനയൂർദേശം കരയും കരപ്പുറത്തുള്ള സ്വന്തബന്ധ മഹാജനങ്ങളെ, അയൽവാസിക്കാരെയൊക്കെ ഉണ്ണി മന്മകന്റെ 28-ാം നാൾ വേർവിളി കല്യാണങ്ങളൊക്കെ അറിവിനെ കൂട്ടി വഴി പോരുന്നല്ലോ. ചേരമാഞ്ചെറുതട്ടാന്റെ അരികിലോളം ചെല്ലുന്നു. പൊന്നെ കൊടുക്കുന്നല്ലോ, പൊന്നരി ചുറ്റുപണി തീർത്തു. വെള്ളി കൊടുക്കുന്നല്ലോ, വെള്ളരി ചുറ്റുപണി തീർത്തു. തളവളാക്കിങ്ങടി മോചനം കെട്ടറ്റ പുലിനഖങ്ങളൊക്കെ പണി മുൻതീർത്ത് തട്ടാന് വേണ്ട ഒരു ഒറ്റ രാശി മണങ്ങളും കൊടുത്തു. തട്ടാനയാകും നല്ല മകന്റെ 28-ാം നാള് വേർവിളി കല്യാണങ്ങളൊക്കെ അറിവിനെയും കൂട്ടി യോഗിയാ പുരുഷൻ നല്ല അച്ഛനാകുന്നല്ലോ. താൻ തറവാടാകുന്ന കോളങ്ങാട്ട് പാടുന്ന താനില്ലം തനിവിടെ തറവാടും നോക്കി അങ്ങനെ വഴിയാല് വഴി പോരുന്ന നേരത്ത് നേരമായിരിക്കുന്നല്ലോ. 28-ാം നാള് ആളുകളൊക്കെ വന്നിടത്ത് കാണുമ്പോ അറിയിച്ചനാ സ്വന്തം മഹാജനങ്ങളൊക്കെ താനില്ലം തനിയുടെ തറവാട്ടിലോ വന്ന് യോഗം തെളിയുമ്പോ യോഗിയാ പുരുഷൻ നല്ല അച്ഛനായിരിക്കുന്നു. ഗണപതി സരസ്വതി പൂജയ്ക്കും വേണ്ട ഒരുക്കുംപാടുകളൊക്കെ പട്ടും പൂവാടുകളൊക്കെ ഞെറിഞ്ഞു വെക്കുന്നല്ലോ. നല്ല നല്ല വെള്ളവിൽ കൊട്ടം തേങ്ങടൽ വാഴപ്പഴക്കനികള് കരിമ്പ് നാരങ്ങകൾ കണ്ടം മുന്തിരി നിവേദ്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നല്ലോ. ഗണപതി പൂജയും കഴിഞ്ഞു, സരസ്വതി പൂജയും കഴിഞ്ഞ് അരയിരിക്കുന്നു. ഒരു നേരത്ത് പെറ്റിന മാതാവാകുന്നല്ലോ ഉണ്ണി പൊന്മകനെ ചിറ്റള്ളിന്റെ എണ്ണ കൊണ്ട് കറുപ്പുമാറ് തെപ്പിക്കുന്നല്ലോ. വെളുക്കുമാറ് ഇഞ്ചപ്പാലിട്ട് കുടിയാല കുളിയും കഴിപ്പിച്ചു. അന്നേരമായിരിക്കുന്നല്ലോ അച്ഛനും പൂജയും കഴിഞ്ഞറിയിരിക്കുമ്പോ ഉണ്ണി പൊന്മകനെ മാതാവാകുന്നു അച്ഛന്റെ ഉന്മടിയിലോ കൊണ്ട് തന്മുടക്കാക്കി കിടത്തുമ്പോ അന്നേരത്തെ അച്ഛനായിരിക്കുന്നല്ലോ ഉണ്ണി മകന് അരിമണി ജലഗന്ധം പുഷ്പം ധൂപം ദീപങ്ങളാലെ കാട്ടി പൂജിച്ചു. അഞ്ചിനെ പൂജിക്കുന്നല്ലോ, ആത്മാവിനെ പൂജിച്ചു. ജ്യേഷ്ഠ ഭഗവതിയെ പുറത്തേക്ക് മകന്റെ തിരുനെറ്റിയിലാകുന്നു ശ്രീനാരായണ എന്ന് ആടിപ്പാടി ഉടിയിരുത്തുന്നല്ലോ. അന്നേരം വന്ദിന മഹാജനങ്ങളോട് കാരണവന്മാരോടും ചോദിച്ചു, നമ്മുടെ ഉണ്ണി മകനായിരിക്കുന്നു, ആരുടെ പേര് വിളിക്കണ്ടേ, അവരുടെ പേരൊന്ന് വിളിക്കണ്ടേ എന്നതിനാല് കേൾക്കുമ്പോ വന്ദിന മഹാജനങ്ങൾ കാരണവന്മാരവരും പറഞ്ഞു, നമ്മുടെ താനില്ലം തനിയുടെ തറവാട്ടിങ്കലാകുന്നല്ലോ. പണ്ടേക്കും പണ്ട് അഴകിയ ഒരു പേര് കിടപ്പുണ്ട്, ഗുരു എന്നതിന് നാമ പേര് കിടപ്പുണ്ടല്ലോ. ആ പേരായിരിക്കുന്നു നമ്മുടെ മകനൊന്ന് കൂട്ടി വിളിക്കണം എന്നതിനാല് പറയുമ്പോ യോഗിയ പുരുഷൻ നല്ല അച്ഛനാകുന്നു. രണ്ടല്ലോ കണ്ണി വെറ്റിലായി കൊടുക്കുന്നു. മകന്റെ ഇടം ചെകിടും വലം ചെകിടും കണ്ണി വെറ്റില കൊണ്ട് പുതപ്പിക്കുന്നല്ലോ. ഇടം ചെകിട്ടിലോ കൊണ്ടുപോയി കരണമന്ത്രം മോതുന്നു. വലം ചെകിട്ടിലാകുന്നു. മകനെ പേരും വിളിക്കുന്നു, രാമകൃഷ്ണ ഗോവിന്ദ. ഗുരു ഗുരു എന്ന മകനെ, ഗുരു എന്ന മകനെ, ഗുരു എന്ന മകനെ, ഗുരു എന്ന മകനെ എന്ന പേരും വിളിക്കുമ്പോ അച്ഛൻ വിളിച്ച പേരായിരിക്കുന്നു അമ്മ വിളിക്കുന്നു. അമ്മ വിളിച്ച പേര് അമ്മാവന്മാരും വിളിച്ചു. തളകെട്ടി പേർ വിളിക്കേണ്ടവര് തളകെട്ടി പേരും വിളിച്ചു. വളയിട്ട് പേര് വിളിക്കേണ്ടവരൊക്കെ വളയിട്ട് പേരും വിളിച്ചു. മോതിരം പണം കൊടുത്ത് പേർ വിളിക്കേണ്ട അവകാശനങ്ങളൊക്കെ മോതിരം പണം കൊടുത്ത് പേരും വിളിച്ചു. അന്നേരമായിരിക്കുന്നത് അനിലം തന്നെ ഇവിടെ തറവാട്ടിങ്കലാകുന്നല്ലോ. പന്തിപ്പായാവിരിക്കുന്നു. വട്ടത്തിലോ വിലയിട്ടു ചിപ്പത്തിലോ കറികളും വിളമ്പി കൊടുക്കുമ്പോ അവരായിരിക്കുന്നു വന്ദിന മഹാജനങ്ങള്. കുറഞ്ഞ ഒരു നല്ല അന്നമൃത ഭോജനങ്ങള് ഊണാലെ ഊണമൃതം കഴിഞ്ഞു.
ഒരു ശൂലം പാവും പങ്കയാലെ അമൃതിനെയും കഴിഞ്ഞ് പലവിധങ്ങളിൽ ഒഴിവാക്കുന്ന വചനങ്ങളൊക്കെ പറഞ്ഞു വരെയിരിക്കുമ്പോ അന്നേരം അവനായിരിക്കുന്ന വെച്ചിന മാതാവിനോടും യോഗിയാപുരനോടും ഉണ്ണീവൻ മകനോടും അണിവടയാത്രയും പറഞ്ഞു. അവരും വഴിമൂലം കൊണ്ട് മാതാവാകുന്നു ഉണ്ണീവൻ മകന്റെ കയ്യമ്മയും നിറഞ്ഞ ആഭരണങ്ങളൊക്കെ വെള്ളരി താരത്തിലും കൊണ്ട് അഴിച്ചു വെച്ച മകനെ നിറച്ചു വെച്ച ദീപങ്ങളാലെ മാറ്റം ഫലത്തിലോ നിന്ന് ഊതം ഫലം കഴിച്ച് കുടിവെച്ച് കാണുന്നപ്പോ